നമസ്കാരം. എറണാകുളം കോതമംഗലത്ത് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടിടിഐയിലെ വിദ്യാർത്ഥിയായിരുന്നു കോതമംഗലം കറുകടം ഞാഞ്ഞൂൽമല കടിഞ്ഞുമല പരേതനായ എൽദോസിന്റെ മകൾ സോന. സോനയെ പുറത്തുപോയിരുന്ന അമ്മ ബിന്ദു ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സോന എൽദോസിന്റെ മരണത്തിൽ പറവൂർ പാനായിക്കുളം സ്വദേശി റമീസും അറസ്റ്റിലാവുന്നു. എന്താണ് സോനയ്ക്ക് സംഭവിച്ചത്? റമീസ് നടത്തിയത് ലവ് ജിഹാദാണോ? കഴിഞ്ഞ ദിവസം മുതൽ കേരളം ചർച്ച ചെയ്യുന്ന വിഷയത്തിലെ വ്യക്തമായ ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അനാലിസിസ് ആണിത്. ഈ ലോകത്തോട് വിട പറയും മുൻപ് സോന താൻ എന്തിന് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയെന്ന് ലോകത്തെ അറിയിച്ചിരുന്നു ആത്മഹത്യാക്കുറിപ്പിലൂടെ. അത് ഇങ്ങനെയാണ്: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ച കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം അവർ നടത്താമെന്ന് പറയിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി. സഹദ് എന്ന കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് റമീസിനെ പിന്തിരിപ്പിച്ചു. വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാൻ പോകുന്നു. അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക. ഇതായിരുന്നു സോനയുടെ മരണമൊഴി. സോന എന്ന 23-കാരിയുടെ മരണക്കുറിപ്പിൽ പ്രണയനൈരാശ്യം ഉണ്ടായിരുന്നു. താൻ പ്രണയിച്ച റമീസ് എന്ന വ്യക്തി തന്നെ ചതിച്ചതിലെ ഭയവും ആശങ്കയും നിരാശയും ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ മുഴച്ചു നിന്നത് മതം മാറ്റാൻ നിർബന്ധിച്ച തെളിവുകൾ കൂടി ഉണ്ടായിരുന്നു എന്നതാണ്. റമീസിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ സോനയുടെ കൈവശം ഉണ്ടായിരുന്നതായി സോനയുടെ സുഹൃത്ത് ജോൺസി പിന്നീട് മൊഴി നൽകുന്നുണ്ട് പോലീസിന്. റമീസ് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയെന്നും ജോൺസി പറയുകയും ചെയ്തു. വിവാഹ രജിസ്റ്റർ ചെയ്യാൻ അടിമാലിയിലെത്തിയ റമീസ് അവസാന നിമിഷം പിന്മാറുകയായിരുന്നെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി. റമീസ് സോനയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് സോന പറയുന്നു. മതം മാറാൻ റമീസും കുടുംബവും ഒരുമിച്ച് നിർബന്ധിച്ചു. മതം മാറണമെങ്കിൽ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്നും സോന പറഞ്ഞു. സഹോദരനോട് വിവരം പറയരുതെന്നും സോന പറഞ്ഞതായും സുഹൃത്ത് പിന്നീട് മാധ്യമങ്ങൾക്കുൾപ്പെടെ മറുപടിയായി പ്രതികരണമായി അവരുടെ മൊഴി നൽകുന്നുണ്ട്. ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആൺ സുഹൃത്തായ റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നതും വ്യക്തമാണ്. റമീസിന്റെ ബന്ധുക്കളും ഇതിന് കൂട്ടുനിന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ റമീസിനെ കോതമംഗലം പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. സോനയും റമീസും തമ്മിൽ ആലുവ UC കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നു. പ്രണയം വീട്ടിലറിഞ്ഞതോടെയാണ് വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിക്കുന്നത്. എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് ആദ്യം മുതലേ റമീസും കുടുംബം നിർബന്ധം പിടിച്ചിരുന്നു. സോന മതം മാറാൻ ഒടുവിൽ തയ്യാറായി. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സോനയ്ക്ക് റമീസിനെ. അതിനിടെയാണ് 3 മാസം മുൻപ് സോനയുടെ അച്ഛൻ എൽദോസ് വീടിനടുത്തുള്ള കുളത്തിൽ മുങ്ങി മരിക്കുന്നത്. അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്ന സോനയും കുടുംബവും 1 വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന് റമീസിന്റെ കുടുംബത്തെ അറിയിക്കുന്നു. എന്നാൽ റമീസിനും കുടുംബത്തിനും അത് സമ്മതമായിരുന്നില്ല. സോന ഉടൻ പൊന്നാനിയിൽ പോകണമെന്നും മതം മാറണമെന്നും റമീസിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും പുറത്തു പോകരുതെന്നും റമീസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിർബന്ധം പിടിച്ചു. അതിനിടെയാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ റമീസിനെ ആലുവയിൽ നിന്നും അനാശാസ്യത്തിന് പിടികൂടുന്നത്. ഇതറിഞ്ഞതോടെ റമീസിനെ സോന ചോദ്യം ചെയ്തു. തർക്കങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ സോന സമ്മതം അറിയിച്ചു. എന്നാൽ ഇങ്ങനെയൊരു കൃത്യത്തിൽ റമീസ് പിടിയിലായതോടെ മതം മാറാൻ താൻ തയ്യാറല്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും നിലപാടെടുക്കും. രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിച്ച് സോനയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലെത്തിക്കുന്നുണ്ട് റമീസ്. മതം മാറണമെന്ന് റമീസ് നിർബന്ധിക്കുന്നു. വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയ കഥകളല്ല, പോലീസ് പറയുന്നതാണ്. തന്നെ റമീസ് മർദ്ദിച്ചതും മതം മാറാൻ നിർബന്ധിച്ചതുമെല്ലാം റമീസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിലായിരുന്നു എന്ന് സോനയുടെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ സോന കഴിഞ്ഞയാഴ്ച മുഴുവൻ റമീസ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മതം മാറാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നുവെന്നും പോലീസ് കണ്ടെത്തുന്നുണ്ട്. റമീസും സോനയും തമ്മിലുള്ള ചാറ്റുകൾ, ഫോൺ റെക്കോർഡുകളൊക്കെ പോലീസിന് ലഭിക്കുന്നുണ്ട്. നോക്കൂ, ഇതിൽ മതം മാറ്റത്തിനായി നിർബന്ധിച്ചു എന്നതും അതിന്മേൽ സോന എന്ന് പറഞ്ഞ 23-കാരിക്ക് മർദ്ദനമുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. പലരും ഇത് ലവ് ജിഹാദ് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് കാസയും സംഘപരിവാർ നടത്തുന്ന ആരോപണമാണ്. അതുകൊണ്ട് അതിനെ എത്ര ഗൗനിക്കേണ്ട എന്ന നിലപാടിലേക്ക് കേരളം പൊതുവിൽ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലവ് ജിഹാദ് ആണെന്ന് സമ്മതിച്ചാൽ അത് സംഘപരിവാർ നടത്തുന്ന അജണ്ടയുടെ ഭാഗമായി നിങ്ങൾ മാറുമോ എന്നൊരു പേടിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാബ്രിക്കും ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്.
നമുക്ക് പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും മറവിൽ മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ നടത്തുന്ന പ്രേരണ അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്ന നിർബന്ധത്തെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അത് കേരളത്തിലില്ല എന്ന് പല ഘട്ടങ്ങളിലായി പോലീസിന്റെയും അല്ലെങ്കിൽ കോടതിയുടെയും റെക്കോർഡുകളിലൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നും ഐസിസിലേക്ക് ആളുകൾ പോയതായും അതിനുവേണ്ടി റിക്രൂട്ട്മെന്റുകൾ നടത്തിയതായും അതിനുവേണ്ടി ഇവിടെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായതുമായൊക്കെ പോലീസിന്റെ കയ്യിൽ തെളിവുകളുമുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് മുഴുവനായ മുസ്ലിം സമുദായം മുഴുവനും സ്ത്രീകളെ ലവ് ജിഹാദ് നടത്തി ജിഹാദിന്റെ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോകുന്നുവെന്ന് കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സിനിമ നടത്തിയ സംഘപരിവാർ അജണ്ടയൊന്നും ഇതിൽ യാഥാർത്ഥ്യമല്ല. പക്ഷേ റമീസിന്റെയും സോനയുടെയും വിഷയത്തിൽ അതിൽ മതത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെക്കാനേ സാധിക്കുന്നില്ല. റമീസ് എന്ന താന്തോന്നി വ്യക്തി എന്ന നിലയിൽ നടത്തിയതിനെ സംഘടിതമായ നീക്കമാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടണം. എന്നാൽ സോനയുടെ സഹോദരൻ നടത്തിയ അല്ലെങ്കിൽ സോനയുടെ സഹോദരൻ ചാനലിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. സോനയെ അവൻ ഇഷ്ടമായിരുന്നെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നു. അതിനെ കുടുംബം എതിർത്തിട്ടില്ല. മതം മാറാൻ ആദ്യം പറഞ്ഞപ്പോൾ അനുവദിച്ചു. എന്നാൽ ആ വിഷയത്തിന്മേലുള്ള ചർച്ചകളൊക്കെ പിന്നീട് അച്ഛന്റെ മരണത്തോടു കൂടി നിന്നു പോകുന്ന ഘട്ടമുണ്ട്. സോന മതം മാറാൻ തയ്യാറായിരുന്നില്ല. റമീസിന്റെ അനാശാസ്യ പ്രവർത്തനങ്ങൾ പിടിച്ചെടുത്തത് പിന്നെയും അവളെ മർദ്ദിച്ച് അവൾക്ക് മാനസികമായി അവളെ തളർത്തി വീണ്ടും ഒരാഴ്ചയോളം വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിന് ശേഷം ഒരാഴ്ചയോളം നീണ്ടു നിന്ന് അവളെ മതം മാറ്റണം, അത് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യവും പിന്നീട് പൊന്നാനിയിൽ പോയി മതം മാറണം എന്നൊക്കെ പറയുന്നിടങ്ങളിലൊക്കെ തന്നെയും ഈ പെൺകുട്ടിയെ മതം മാറ്റാനുള്ള താല്പര്യങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഇവളെ മർദ്ദിച്ചതെന്ന യാഥാർത്ഥ്യമാണ്. നോക്കൂ, നമ്മളൊരാളെ പ്രണയിക്കുന്നതിന് എന്താണ് മാനദണ്ഡം? ആ വ്യക്തിയുടെ സ്വഭാവം, അയാൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, പല പല മാനദണ്ഡങ്ങളും ഓരോരുത്തർ വെക്കാറുണ്ട്. പക്ഷേ പ്രണയത്തിന് സമ്മതം മൂളിയതിനു ശേഷം അപ്പോഴൊന്നുമില്ലാത്ത മതവും ജാതിയും വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ അത് മുഴച്ചു നിൽക്കുമ്പോൾ നീ മതം മാറണം, നീ ജാതി മാറണം, അല്ലെങ്കിൽ നീ ഈ തരത്തിലായിരിക്കണം വിവാഹം കഴിക്കേണ്ടതെന്ന് ശാഠ്യം പറയുമ്പോൾ നിങ്ങൾ മതത്തിനാണോ നിങ്ങൾ സ്നേഹത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് കേരളത്തിൽ ഒരുപാട് ആളുകൾ സ്വമേധയ മതം മാറുന്നുണ്ടാകാം, സ്വമേധയ ഇഷ്ടമുള്ള മതവിശ്വാസങ്ങളിലേക്ക് മാറുന്നുണ്ടാവാം, മതം ഉപേക്ഷിക്കുന്നുണ്ടാവും. ഇതൊക്കെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുമ്പോൾ അവിടെ മതം നിർബന്ധമായും കടന്നു വരുന്നതിനെ പൂർണ്ണമായും അർത്ഥത്തിൽ എതിർക്കേണ്ടതുണ്ട്. അതിനെ നിങ്ങൾ എന്താ പറയുക, നിർബന്ധിത കൺവേർഷൻ എന്നോ ലവ് ജിഹാദ് എന്നോ ഒക്കെയുള്ള പ്രൊപ്പഗൻഡ നാടകങ്ങളോ എന്ത് പറഞ്ഞു വിളിച്ചാലും ഇത്തരത്തിൽ പ്രണയബന്ധങ്ങളിൽ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതം ഇടപെടുന്നുണ്ട് എങ്കിൽ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ എതിർക്കേണ്ടതാണ്. അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒഴിവാക്കേണ്ടത് തന്നെയാണ് വ്യക്തിപരമായ എന്റെ നിലപാട്. ഞാൻ മതമോ ജാതിയോ ദൈവവിശ്വാസമോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ അതിൽ മതം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ചെറിയ സോഷ്യൽ ഹോസ്റ്റലിറ്റികളൊക്കെ ഉണ്ട്. മതമില്ലാതെ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ മതം മാറി വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഏത് മതത്തിൽ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞുള്ള കുറെ അധികം അടിച്ചിറക്കി കൊടുക്കുന്ന പുരോഹിത വർഗവും മതവും ഒക്കെ അടിച്ചിറക്കി കൊടുക്കുന്ന കുറച്ച് സാമൂഹികമായ മോറൽ വാല്യൂസ് ഉണ്ട്. അതിനെ ഞാൻ മോറൽ വാല്യൂസ് എന്ന് വിളിക്കുന്നില്ല. പക്ഷേ അതിന്റെയൊക്കെ പേരിൽ നോക്കി ഇവിടെ മതവും ജാതിയും ഇല്ലാതെ വളരാനും പഠിക്കാനും ഇഷ്ടമുള്ള ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. മതമില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴും നിങ്ങൾ പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും കടക്കുമ്പോൾ അവിടെ മതം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് മതത്തിന്റെ പ്രൊപ്പഗൻഡയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും സോനയുടെയും റമീസിന്റെയും വിഷയത്തിൽ അത് കുടുംബം ആരോപിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് എന്ത് തന്നെയായാലും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് അന്വേഷിക്കും നിഷ്പക്ഷമായി കേരള പോലീസ് എന്ന് നമുക്ക് വിശ്വസിക്കാം.